ബി ഉണ്ണികൃഷ്ണനെതിരെ നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമാണ് സാന്ദ്ര ഉന്നയിച്ചത്. അതിനുശേഷമുള്ള സമയമൊക്കെ എളുപ്പമായിരുന്നു. ഉം. ആഹാ, പേരെടുത്ത് വിമർശിച്ചതിന് ശേഷം ഒരുപാട് ഭീഷണികൾ എനിക്കുണ്ടായി. എനിക്ക് പേരെടുത്ത് വിമർശിക്കാൻ തീരുമാനിച്ചത് തന്നെ അത്രയ്ക്കധികം എന്നെ എന്താ പറയാ, നമ്മളെ ഒരു ഭിത്തിയോട് ചേർത്ത് നിർത്തി, ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല എന്ന് നമ്മൾ ഫീൽ ചെയ്യില്ല. ആ ഒരു സമയത്താണ് നമ്മള് ഇന്ന ആളാണ് എന്നെ ഉപദ്രവിക്കുന്നത്, ഇന്ന വ്യക്തിയാണ് എന്ന് ഞാൻ പറയാൻ തീരുമാനിച്ചത് അവിടെയാണ്. എന്റെ വർക്കിനെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ മാത്രം എന്റെ ജീവനെ എഫക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള രീതികളിലാണ് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്റെ സുഹൃത്ത് വലയങ്ങളിൽ എന്റെ സുഹൃത്തുക്കളെ, എന്റെ വർക്കിനെ, അതിനെയൊക്കെയാണ് അവർ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് 2-3 പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നു. എനിക്കത് ഭയങ്കരമായി എന്നെ മെന്റലി അത് എഫക്ട് ചെയ്തു. അപ്പം ഇതിൽ കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ സിനിമ ചെയ്യണ്ടേ, ഇനി ഇനി മലയാള സിനിമയിൽ നിൽക്കണ്ടേ, സാൻഡ്ര എന്ത് ബിസിനസ് ഇനി ചെയ്യും, ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താൽ, അല്ല ഞങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താൽ ഇനി ഇവിടെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ, പിന്നെ ജീവിച്ചിരിക്കണമെന്ന് തോന്നില്ലേ, എല്ലാവരും പ്രബലന്മാരാണ്, എല്ലാവരും പല രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനമുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് അഗെയിൻസ്റ്റ് കൊടുക്കുമ്പോൾ മറ്റു സ്ത്രീകളുടെ കൂട്ടല്ല, മറ്റു സ്ത്രീകൾ ഒരു വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. എന്റേത് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരിക്കലും ഇവിടെ സിനിമ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ്, അത് അടിവരയിട്ട് പറയുന്ന രീതിയിൽ എനിക്കിപ്പം ഈ മീഡിയ കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും പലരും വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തി. ഭീഷണിപ്പെടുത്തി. കാര്യം, എനിക്ക് പ്രശ്നം വരാൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നായിരിക്കില്ല. എനിക്ക് മറ്റൊരു അസോസിയേഷനിൽ നിന്നായിരിക്കാം പ്രശ്നം വരാൻ പോകുന്നത്. എന്റെ അടുത്ത് ചിലപ്പോ ആർട്ടിസ്റ്റുകൾ സഹകരിക്കാതിരിക്കാം, ഫെഫ്ക സഹകരിക്കാതിരിക്കാം. ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും എന്നെ അവര്, അല്ല എന്റെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാതെ വരും. ഞാൻ സിനിമ ചെയ്താലും തിയേറ്ററുകളിലേക്ക് തിയേറ്റർ കിട്ടാതിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്നെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിൽ എല്ലാരും പറഞ്ഞു എന്റെ അടുത്ത്.